ഒരു വലിയ സെക്രട്ടറി പക്ഷി ഒരു പാമ്പിനെ പിടികൂടിയിരിക്കുന്നു. പക്ഷേ ഉണങ്ങിയ പുല്ലിന്റെ ആഴങ്ങളിൽ ഒരു കള്ളൻ അടുത്തു വരുന്നു. ഭൂമിയിലേക്ക് താഴ്ന്ന് കഷ്ടപ്പെട്ട് കണക്ക് കൂട്ടിയ രഹസ്യമായി നീങ്ങുന്നത് ഒരു സെർവലാണ്. പൂച്ച മടിക്കുന്നു. പക്ഷിയുടെ വലിപ്പം സമ്മാനത്തിന്റെ മൂല്യവുമായി തൂക്കി നോക്കുന്നു. പക്ഷിയെ വേട്ടയാടാനല്ല, മറിച്ച് അതിന്റെ കഠിനമായ ഒരു ഭക്ഷണം മോഷ്ടിക്കാനാണ് ഇത് പെട്ടെന്ന് ആക്രമണം നടത്തുന്നത്. സെക്രട്ടറി പക്ഷി സഹജമായ ആക്രമണത്തോടെ പ്രതികരിക്കുന്നു. പ്രാഥമിക പ്രതിരോധം വിന്യസിക്കുമ്പോൾ അത് പാമ്പിൽ പിടിമുറുക്കുന്നു. ഇത് അതിന്റെ 2 മീറ്റർ ചിറകുകൾ വിരിച്ച് പൂച്ചയെ ആശയക്കുഴപ്പത്തിലാക്കാൻ ഒരു ദൃശ്യ തടസ്സം സൃഷ്ടിക്കുന്നു. പക്ഷിയുടെ ഏകാഗ്രതയിൽ ഒരു വീഴ്ച അന്വേഷിച്ച് സെർവൽ വട്ടമിട്ട് പറക്കുന്നു. പക്ഷിയുടെ ഭീമാകാരമായ കാലുകളുടെ വ്യാപ്തി പരീക്ഷിച്ചുകൊണ്ട് അത് ആക്രമിക്കുന്നു. പെട്ടെന്നുള്ള ഒരു ആക്രമാസക്തമായ വേഗതയോടെ സെർവൽ കുതിക്കുന്നു. അത് പക്ഷിയുടെ കൊക്കിൽ നിന്ന് നേരിട്ട് പാമ്പിനെ തട്ടിയെടുക്കുന്നു. പൂച്ച സമതലങ്ങളിലൂടെ കുതിക്കുന്നു. അതിന്റെ എതിരാളിയെ മറികടക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഈ പക്ഷി തുറന്ന സവന്നയുടെ ഒരു വിദഗ്ധനാണ്. അത് പൂച്ചയെ പിന്തുടരുന്നു. അതിന്റെ ചിറകുകൾ ഉപയോഗിച്ച് നിലമുറപ്പിക്കുന്നു. പക്ഷിയുടെ കൃത്യമായ അടികളുടെ ഒരു പരമ്പര പാമ്പിനെ താഴെ ഇറക്കാൻ നിർബന്ധിതനാക്കുന്നു. മോഷ്ടിച്ച ഭക്ഷണം ഉപേക്ഷിക്കപ്പെടുന്നു. പക്ഷേ സംഘർഷം തിരിച്ചുവരവില്ലാത്ത ഒരു ഘട്ടത്തിലെത്തിയിരിക്കുന്നു. ഉടനടിയുള്ള ഏറ്റുമുട്ടൽ ഇപ്പോൾ അതിജീവന പോരാട്ടമാണ്. പക്ഷി ദ്രുത വെടിയുണ്ടകൾ നൽകുന്നു. ഓരോന്നിനും 1 സെക്കൻഡിന്റെ ഒരു അംശം കൊണ്ട് 15 കിലോഗ്രാം ശക്തി നൽകാൻ കഴിയും. സെർവൽ അതിന്റെ മൂക്കിൽ ഒരു അടി ആഗിരണം ചെയ്യുന്നു. അതിന്റെ ചെവികൾ പ്രതിരോധാത്മകമായ ഒരു ഹിസ്സിൽ പിന്നിലേക്ക് ഉറപ്പിച്ചിരിക്കുന്നു. സെർവൽ അതിന്റെ മൂർച്ചയുള്ളതും പിൻവലിക്കാവുന്നതുമായ നഖങ്ങൾ ഉപയോഗിച്ച് പക്ഷിയുടെ ഭയമില്ലാത്ത താടിയെല്ലുകളിൽ ആഞ്ഞടിക്കുന്നു. പൂച്ച കുതിച്ചു ചാടി പക്ഷിയുടെ കാൽമുട്ട് സന്ധി കടിക്കാൻ ശ്രമിക്കുന്നു. അതിന്റെ പ്രാഥമിക ആയുധം പ്രവർത്തനരഹിതമാക്കുന്നു. സെർവൽ ഉരുണ്ട് സുഖം പ്രാപിക്കുന്നു. അതിന്റെ കണ്ണുകൾ പക്ഷിയുടെ ചലനങ്ങളിൽ ഉറപ്പിച്ചിരിക്കുന്നു. ഓരോ മൃഗവും മറ്റേതിന്റെ സ്റ്റാമിനയും വ്യാപ്തിയും വിലയിരുത്തുന്നു. പക്ഷി അതിന്റെ ചിറകുകൾ സന്തുലിതാവസ്ഥയ്ക്കായി ഉപയോഗിക്കുന്നു. അടുത്ത പ്രഹരം മറയ്ക്കാൻ തൂവലുകളുടെ ഒരു കുഴപ്പം സൃഷ്ടിക്കുന്നു. അത് ഭീഷണിയെ നിർവീര്യമാക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ വൈകല്യമുണ്ടാക്കുന്ന പരിക്ക് വരുത്തേണ്ടതുണ്ട്. പക്ഷി അതിന്റെ ചിറകുകൾ ഭ്രാന്തമായി അടിക്കുന്നു. അതിന്റെ നിവർന്നു നിൽക്കുന്ന സ്ഥാനം നിലനിർത്താൻ ആയാസപ്പെടുന്നു. സെർവൽ നേരിട്ട് നെറ്റിയിലൊരു ചവിട്ടേൽപ്പിക്കുന്നു. മിക്ക മൃഗങ്ങളെയും സ്തംഭിപ്പിക്കുന്ന ഒരു പ്രഹരമാണിത്. പക്ഷേ പൂച്ച സ്ഥിരമായി പ്രവർത്തിക്കുന്നു. പക്ഷിയുടെ കാലുകൾ കട്ടിയുള്ള ചെതുമ്പലുകൾ കൊണ്ട് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. വിഷമുള്ള ഉരകങ്ങളെ വേട്ടയാടുന്നതിനുള്ള ഒരു ഉപാധിയാണിത്. പക്ഷി ഉടൻ തന്നെ താഴേക്കൊരു ചവിട്ട് നടത്തുന്നു. പൂച്ച രക്ഷപ്പെടുന്നു. പക്ഷേ പോരാട്ടത്തിന്റെ താളം 2 പോരാളികളെയും ക്ഷീണിപ്പിക്കുന്നു. സെർവൽ തന്ത്രങ്ങൾ മാറ്റുന്നു. പക്ഷിയുടെ ചവിട്ടൽ പരിധി നിഷേധിക്കുന്നതിനുള്ള ദൂരം കുറയ്ക്കുന്നു. ഇതൊരു ഉയർന്ന ചൂതാട്ടമാണ്. നന്നായി സ്ഥാപിച്ച ഒരൊറ്റ ചവിട്ട് പൂച്ചയുടെ താടിയെല്ല് തകർക്കും. സെർവൽ വീണ്ടും കുതിച്ചു ചാടുന്നു. പക്ഷിയുടെ മുലത്തൂവലുകളിൽ ഇടിക്കുന്നു. പോരാട്ടം നിരവധി മിനിറ്റ് നീണ്ടുനിന്നു. ഉപാപചയ ഊർജത്തിന്റെ ഒരു വലിയ ചെലവ്. സെർവൽ 3ാം തവണയും കുതിക്കുന്നു. പക്ഷിയുടെ കഴുത്തിൽ വിജയകരമായി പിടിമുറുക്കുന്നു. പൂച്ചയുടെ ഭാരം ഒടുവിൽ പക്ഷിയുടെ സന്തുലിതാവസ്ഥയെ മറികടക്കുന്നു. പക്ഷി നിലത്തു വീഴുന്നു. അതിന്റെ ചിറകുകൾ മണ്ണിൽ നിസ്സഹായതയോടെ പറക്കുന്നു. സെർവൽ ഒരു തൂവൽ പിടുത്തം നിലനിർത്തുന്നു. ഒരു സാധാരണ പൂച്ചയെ കൊല്ലുന്ന തന്ത്രമാണിത്. ഓക്സിജൻ വിച്ഛേദിക്കപ്പെടുമ്പോൾ പക്ഷിയുടെ പോരാട്ടങ്ങൾ ദുർബലമാകുന്നു. ആഫ്രിക്കൻ കുറ്റക്കാടിന്റെ കഠിന യാഥാർത്ഥ്യത്തിൽ കള്ളൻ ആരാച്ചരായി മാറിയിരിക്കുന്നു. സെർവൽ ശവം വേട്ടയാടാൻ തുടങ്ങുമ്പോൾ ദൂരത്തു നിന്ന് 2ാമത്തെ സെക്രട്ടറി പക്ഷി ഉയർന്നു വരുന്നു. സെക്രട്ടറി പക്ഷികൾ ആജീവനാകാല ജോഡി ബന്ധങ്ങൾ സ്ഥാപിക്കുകയും പലപ്പോഴും പരസ്പരം കാണുന്ന വിധത്തിൽ വേട്ടയാടുകയും ചെയ്യും. അത് സെർവലിനെ അതിന്റെ പൂർണ്ണ ശക്തിയോടെയും ആക്രമിക്കുന്നു. ഇതൊകതെ ഊർജം നഷ്ടപ്പെട്ടതും ഇടപെടലിൽ ഞെട്ടിപ്പോയതുമായ സെർവൽ മുരുണ്ട് പിൻവാങ്ങുന്നു. പക്ഷി തളരാതെ പൂച്ചയുടെ പാർശ്വങ്ങളിൽ തുടർച്ചയായ ദ്രുതഗതിയിലുള്ള അടികൾ നൽകുന്നു. ഈ പക്ഷികൾ അവയുടെ പ്രാദേശിക വിശ്വസ്തതയ്ക്ക് പേരുകേട്ടവയാണ്.
കൂടാതെ വളരെ വലിയ വേട്ടക്കാരിൽ നിന്ന് ഇണകളെ സംരക്ഷിക്കുകയും ചെയ്യും. കൂടുതൽ പരിക്കേൽക്കാനുള്ള സാധ്യത തിരിച്ചറിഞ്ഞ സെർവൽ തിരിഞ്ഞ് കുറ്റക്കാടിലേക്ക് ഓടിപ്പോകുന്നു. അത് ഇണയുടെ ശരീരത്തിലേക്ക് മടങ്ങുന്നു. വീണുപോയ പക്ഷിയെ നോക്കി നിശബ്ദമായി ജാഗ്രതരായി നിൽക്കുന്നു. മറ്റു തോട്ടിവാരങ്ങളിൽ നിന്ന് അവശിഷ്ടങ്ങൾ സംരക്ഷിക്കാൻ അത് കുറച്ചു നേരം ഇവിടെ നിൽക്കും. സവന്നയുടെ അപൂർവവും ദുഃഖകരവുമായ നിമിഷം. ഒരു ഭക്ഷണത്തിന്റെ വില വളരെ കൂടുതലാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. കഷ്ടപ്പെട്ട് നേടിയ ഒരു മൃഗത്തെ സെർവൽ നഷ്ടപ്പെട്ടതിനാൽ അതിപ്പോൾ തുറന്ന പാതയിൽ ഒരു ശക്തനായ എതിരാളിയെ നേരിടുന്നു. തണുത്ത തണലിൽ നിന്ന് ഒരു ചീറ്റ പുറത്തു വരുന്നു. പൂച്ചകൾ പരസ്പരം താഴ്ന്ന ഗർജന ശബ്ദങ്ങൾ കൈമാറുന്നു. വലിപ്പത്തിൽ കാര്യമായ പോരായ്മയുണ്ടെങ്കിലും സെർവലുകൾ ഉറച്ചു നിൽക്കുന്നു. അവ പരസ്പരം എത്താനുള്ള കഴിവും ചാതുല്യവും വിലയിരുത്തുന്നു. പുറം വളച്ച് ചീറ്റുന്നതിലൂടെ സെർവലുകൾ വലുതായി കാണപ്പെടാൻ ഒരു പ്രതിരോധ പ്രദർശനം ഉപയോഗിക്കുന്നു. ഒരു ശാരീരിക ഏറ്റുമുട്ടൽ പരിക്കിന്റെ ഉയർന്ന സാധ്യത സൃഷ്ടിക്കും. അത് അവയുടെ വേട്ടയാടുന്നതിനെ തടസ്സപ്പെടുത്തിയേക്കാം. ചീറ്റകൾ അടുത്തു നീങ്ങുന്നത് ചെറിയ പൂച്ചയുടെ ഈ പ്രദേശം കൈവശമുണ്ടാകാനുള്ള ദൃഢനിശ്ചയത്തെ തിരിച്ചറിയാനാണ്. അനാവശ്യമായ ഊർജ്ജ ചെലവ് ഒഴിവാക്കുന്നതിനായി ചീറ്റകൾ പിന്തിരിയുന്നു. വിശ്രമിക്കുകയും സുഖം പ്രാപിക്കുകയും ചെയ്യാൻ അത് ഉയർന്ന പുല്ലിലേക്ക് പിൻവാങ്ങുന്നു.